ലൈംഗിക അതിക്രമ കേസിൽ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാൾ. അപേക്ഷയിൽ വാദം പൂർത്തിയായി. പോലീസ് കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പറയുക. വിവരങ്ങൾ നൽകാനായി സിജോ വി ജോൺ ഉണ്ട്. സിജോ, എന്താണ് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശം? ഇന്ന കേസിൽ PT കുഞ്ഞുമുഹമ്മദിന്റെ വാദമാണ് പ്രധാനമായും നടന്നത്. ഇതൊരു വ്യാജ കേസാണെന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകൻ ഹരിദാസ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ നവംബർ 6-ാം തീയതിയാണ് ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം നവംബർ 27-ാം തീയതിയാണ് പരാതി നൽകുന്നത്. ഇത്തരത്തിൽ പരാതി നൽകാൻ വൈകിയത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ സംവിധായിക തനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തെളിവായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ശക്തമായ തെളിവുണ്ടെന്നുള്ള ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായി എടുത്തു പറയുന്നത്, ഈ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദും ചലച്ചിത്ര പ്രവർത്തകയും ഒരേ ദിവസം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഈ ചലച്ചിത്ര പ്രവർത്തക PT കുഞ്ഞുമുഹമ്മദിന്റെ മുറിയിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. അത്തരം തെളിവുകളൊക്കെ അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ കേസ് നിലനിൽക്കുന്നതാണെന്ന് തെളിയിക്കുന്നതാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുത്, വിശദമായ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വാദപ്രതിവാദത്തിന് ശേഷമാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഉത്തരവ് പറയാൻ വേണ്ടിയിട്ട് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ IFFKയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട സമയത്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നത്. തന്നെ കടന്നു പിടിച്ചുവെന്നാണ് ഈ യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പോലീസും പിന്നീട് കോടതിയിലും രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നത്. അതിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്.